ഹായ് ഫ്രണ്ട്സ്, എൻ്റെ സ്വന്തം നാടായ കക്കാട് പൂരം കാണാൻ പോയ വിശേഷങ്ങൾ കേട്ടാലോ. സോ ഇവനാണ് നമ്മളെ പൂരം കാണിക്കാൻ കൊണ്ടുപോകുന്ന ഹിറ്റ്ലർ മാധവൻകുട്ടി. ഈ പൂരത്തിനൊക്കെ പോയിട്ടുള്ള ഓർമ്മകൾ വളരെ വിരളമായതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ കാണുന്നില്ലേ. ആക്ച്വലി ചുറ്റും ആനകളായതുകൊണ്ട് ആനയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ എങ്ങോട്ട് ഓടണം എന്നുള്ള പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ പപ്പയോടൊപ്പം ഇങ്ങനെ പൂരം കാണാൻ പോകുമ്പോൾ പൂരം തീരുന്നത് വരെ കാവടി, തെയ്യം, കൊട്ട്, ആന ഇതൊക്കെയാണ് പപ്പയുടെ ചർച്ചാ വിഷയങ്ങൾ. ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം പപ്പ ഞങ്ങളിൽ നിന്നൊരു നോട്ടം നോക്കും. ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങളുടെ മെയിൻ മോട്ടീവായിട്ടുള്ള കളിപ്പാട്ടം, ഐസ്ക്രീം, പൂരപലഹാരങ്ങൾ ഇതിനെക്കുറിച്ച് പപ്പട അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും. കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു കാലം. അങ്ങനെ പൂരൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് മെയിൻ പരിപാടി ഫുഡ്. അങ്ങനെ സർബത്ത് വന്നു, പാനിപ്പൂരി വന്നു, കോളിഫ്ലവർ ഒക്കെ കഴിച്ചിട്ടു. കഴിക്കുമ്പോഴുള്ള ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് മാസ്റ്റർ ഷെഫാണെന്നൊക്കെ തോന്നെങ്കിലും പാവം ചൂട് കൊണ്ടുള്ള സ്ട്രഗിളാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ ആസ്വാദനം ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഞങ്ങൾ അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. നമ്മുടെ ഹിറ്റ്ലർക്ക് ഒടുക്കത്തെ സ്പീഡാണെന്നേ. സ്പീഡിൽ നടക്കാൻ അറിയാനിട്ടല്ല കേട്ടോ, ഞങ്ങൾ ആസ്വാദകർ മെല്ലെ മെല്ലെയാണ് കേട്ടോ നടക്കാറ്. അങ്ങനെ ഞങ്ങൾ പൂരവും കണ്ട് ഫുഡും കഴിച്ചു. അപ്പോൾ ടാറ്റ ബൈ ബൈ.